അങ്ങനെ ഒരു അമ്മായിയമ്മ മരുമോൾ പോര് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 4 ദിവസം കൊണ്ട് കാണുന്നുണ്ട് രഞ്ജിനി ഹരിദാസും പൂജയും കൂടെ എപ്പോൾ നോക്കിയാലും അടി. ഇവർ തമ്മിൽ എന്തോ ഈ 3-ാം നാൾ തമ്മിൽ കണ്ടാൽ അടിയാണെന്ന് പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞ കൂട്ടാണ് ഇവർ തമ്മിൽ. ഒരുപക്ഷെ രഞ്ജിനിയുടെയും ഈ പൂജയുടെയും തമ്മിൽ നാളുകൾ ചേർന്നിട്ടില്ലായിരിക്കാം, 3-ാം നാളായിരിക്കാം. പൂജ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ രഞ്ജിനി അവിടെ കയറി ഇടപെടുകയും ചെയ്യും, നിർത്തലാക്കുകയും ചെയ്യും. പൂജ എന്നാൽ അതനുസരിച്ച് സംസാരിക്കും. പൂജ അങ്ങനെയല്ല, പൂജ ഓവർ അഗ്രസീവായിട്ടാണ് സംസാരിക്കുന്നത്. അഗ്രഷനൊക്കെ നല്ലതാണ്, നമുക്ക് നന്നായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മളെവിടെയാണ് പറയുന്നതും അതിനകത്ത് എന്തുമാത്രം മിതത്വം വേണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. അതല്ലാതെ എടുത്തു ചാടി എല്ലാത്തിനേക്കാട്ടും മുൻപിൽ ഞാൻ സംസാരത്തിൽ മാത്രം നിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എലിമിനേഷൻ റൗണ്ടുകളിലോട്ട് പോയെന്നിരിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ ശ്യാമും പൂജയായിരുന്നു അവസാന എവിക്ഷൻ റൗണ്ടിൽ ഒന്നിച്ചു വന്നത്. അതിനകത്ത് പൂജയായിരുന്നു ഡിസർവിങ്, ശ്യാമായിരുന്നു ഡിസർവിങ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എനിക്ക് തോന്നിയത് പൂജ തന്നെയായിരുന്നു ഡിസർവിങ് എന്നുള്ളതാണ്. കാരണം ശ്യാം ഓക്കെ നല്ലതാണ്, നമ്മൾ പറയുന്നുണ്ട്. ശ്യാമിനുള്ള ഒരു ഭാഗ്യം, ഒരു കഴിവെന്ന് പറഞ്ഞാൽ ശ്യാമിനെതിരെയായിട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ ശ്യാമിന് അനുകൂലമായിട്ട് മാറ്റുന്നതിനുള്ളൊരു ഭാഗ്യം ശ്യാമിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ശ്യാമിനെ തുണയ്ക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഈ രീതിയിൽ നിന്നാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരെ ശ്യാം പോയെന്നും ഇരിക്കും. പക്ഷേ കുറച്ചുകൂടി ഡിസറിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പൂജ. ശ്യാമും കൂടെ ഒരു എലിമിനേഷന് വന്നപ്പം തീർച്ചയായിട്ടും പൂജയെ കൺസിഡർ ചെയ്യണമായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും പേര് വന്നതിനകത്തേക്ക് നമ്മൾ ആദ്യം മുതൽ മുഴങ്ങി കേൾക്കുന്ന എന്തെങ്കിലും കാര്യം ഡിഫെൻഡ് ചെയ്യാൻ സംസാരിക്കുന്നത് പൂജ മാത്രമായിരുന്നു. അപ്പോൾ പൂജയെ ഔട്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള പ്രത്യേകിച്ചും പെൺപടയുടെ ഇടയ്ക്ക് ഒരു സൈലൻസ് ഇന്നുണ്ടാവും. പിന്നെ നമുക്കറിയത്തില്ല ബിഗ് ബോസ് ഹൗസിലെ അഗ്നിപരീക്ഷയുടെ ക്രൈറ്റീരിയ നമുക്കറിയത്തില്ല, എന്തൊക്കെ വെച്ചിട്ടാണ് ഇവരകത്തേക്ക് വിടുന്നതെന്നറിയത്തില്ല. എന്തായാലും എനിക്കൊരു കാര്യം അറിയാം, പൂജയും ജഡ്ജസുമായിട്ടുള്ള ഒരു ബിഹേവിയർ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാം ചാടിക്കടിക്കുന്ന ഒരു രീതി എടുക്കാൻ പാടില്ല. നമുക്ക് പറയാനുള്ളത് പറയാം, അതിൻ്റേതായ രീതിയിൽ പറയാം. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരിക്കാം ഒരു പക്ഷേ പൂജയെ പുറത്ത് വിട്ടേക്കുന്നത്. ഇനിയൊരു പക്ഷേ പൂജയ്ക്ക് അവസരം ഉണ്ടാക്കാം. ഈ പോയവർക്കൊക്കെ അവസരം ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊരു പക്ഷേ പലർക്കും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടക്കാനൊരു അവസരം ഇവർക്ക് കൊടുക്കുമായിരിക്കും. അതല്ലെങ്കിൽ ഫൈനൽ ഷോയിൽ വരെ വിളിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം. എന്തായാലും അടുത്ത എപ്പിസോഡിലെ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെയും ബൈ.